ഹലോ ഡിയേഴ്സ്, പല സ്ത്രീകളും വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് അവരുടെ യോനി ലൂസ് ആകുന്ന കാര്യത്തെപ്പറ്റി. അത് നോർമലായിട്ടൊക്കെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതലും വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോയിട്ട് സ്റ്റിച്ചൊക്കെ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ യോനീൻ്റെ കവാടം ഈ ഭാഗത്തായിരിക്കും ടൈറ്റ് ഉണ്ടാവും, പിന്നെ ഉള്ളിലോട്ട് ലൂസായിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കുള്ളൊരു മാർഗം എന്ന് പറയുന്നതിന് അതിനെ അതേ രീതിയിൽ റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള എക്സസൈസ്, കീഗൽ എക്സസൈസ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണ്ടത്തെ പോലെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ എക്സസൈസിനൊക്കെ പറ്റിയൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം അത് പറയുന്നില്ല. ഇന്ന് നമുക്ക് ആ ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ട് പറയാം. ഇപ്പം കൂടുതൽ പേരും ഇങ്ങനെ യോനിയുടെ ഭയങ്കര ലൂസായതുകൊണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടും മലദ്വാരത്തിലൂടെയൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കുക, ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ചില തെറ്റുകൾ കൊണ്ടാണെങ്കിലോ ചിലപ്പോൾ യോനി ലൂസായത് അതുകൂടി മനസ്സിലാക്കാമല്ലോ. എന്നിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള യോനിയെ വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. യോനിയെ ടൈറ്റ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റ്. എവർടീൻ്റെ യോനി ലൈഫാണ്. ഇതൊരു ജെല്ലാണ്, 100% നാച്ചുറലാണ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്, കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ യോനിയിലെ pH ബാലൻസ്, ആ അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ആ ഭാഗത്തെ മസിലൊക്കെ സ്ട്രോങ് ആക്കാനും ആ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. പെൽവിക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക മാത്രമല്ല അവിടെ ഇച്ചിങ്ങോ ഇൻഫെക്ഷനോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ വളരെയധികം ഡാർക്കായിട്ടുള്ള ഏരിയയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, കൂടെ മെലാനിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ബോഡിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. തുടർച്ചയായ ഉപയോഗത്തിലൂടെ പഴയ പോലെ തന്നെ യോനിയെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ഇവിടെ സഹായിക്കുന്നതാണ്. അതുപോലെ വയസ്സായ ആളുകൾക്കൊക്കെയാണ് ഡ്രൈനെസ് ഉണ്ടാവില്ലേ, ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാനും അതൊരു ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ക്വാറ്റും പൊസിഷനിൽ ഇരിക്കത്തില്ലേ അതുപോലെ ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്ന് സ്ക്യൂസ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 2-3 ഗ്രാം ഉണ്ടാവും കയ്യിലുണ്ടാവും. അത് നിങ്ങളുടെ റൗണ്ടായിട്ട് യോനി ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, ഉൾഭാഗത്തൊക്കെ ആയിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ജെല്ലല്ലേ, കുറച്ച് നേരം കഴിയേണ്ടത് അത് ഡ്രൈ ആവണ്ടേ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ എവിടെയെങ്കിലും കുത്തിയിരിക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം, അതിലൂടെ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ യോനിയിലെ മസിൽ എങ്ങനെ പഴയ പോലെ ടൈറ്റാക്കി എടുക്കാം. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് ചെയ്യുന്നതിനും ബോഡി വെയിറ്റ് മാനേജ് ചെയ്യുന്നതിനെ പറ്റി അല്ലേ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. കാരണം നല്ലൊരു ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ സെല്ലുകൾക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ, സ്ട്രോങ് ആക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കൂടെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. അതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം, ഹോൾ ഗ്രെയിൻസ് ഉണ്ടായിരിക്കണം, മീറ്റ് ഉണ്ടായിരിക്കണം, പാലുൽപ്പന്നങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യോനിയുടെ ഹെൽത്തും സംരക്ഷിക്കുന്നതാണ്. ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽ, അതായത് യോനി ഭാഗത്തുള്ള മസിലിൻ്റെ ടൂണ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇതിപ്പോൾ മുതിര, അതുപോലെ ചിക്ക് ബീൻസ്, ബെറി പഴങ്ങളൊക്കെ, അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മളെ മധുരക്കിഴങ്ങൊക്കെ ഇല്ലേ, ഹോൾ ഗ്രെയിൻസ്, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഉറപ്പായിട്ട് കഴിക്കാൻ പാടില്ലാത്തത് ഷുഗർ, പഞ്ചസാര അടങ്ങിയിട്ടുള്ള എന്തും കഴിക്കൽ അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ കൊളാജൻ ഫൈബേഴ്സിനെ, അത് യോനി ഭാഗത്തുള്ള കൊളാജൻ ഫൈബേഴ്സിനെ വീക്കാക്കുന്നുണ്ട്, അത് തൂങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേക്ക്, ചോക്ലേറ്റ്, ഐസ്ക്രീം ഒന്നും വേണ്ട. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളാജൻ ആ ഭാഗത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, സ്ട്രോങ് ആക്കി വെക്കും, ഇലാസ്റ്റിസിറ്റി ഒക്കെ നന്നായിട്ട് കൂട്ടും. അപ്പോൾ നല്ല പുളിയുള്ള ഫ്രൂട്ട്സിലൊക്കെ ഉണ്ടല്ലേ, ബെറി, കിവി, നെല്ലിക്ക, ഓറഞ്ച്, പൈനാപ്പിള്, പുളിയുള്ള ഫുഡിലൊക്കെ ഉണ്ടാകും. ആയിട്ട് കഴിക്കണ്ട. ഇപ്പം നെല്ലിക്കയിലുണ്ടെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും കുറേ നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി, ഇപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ സി എടുത്തതിന് ശേഷം അത് മൂത്രത്തിലൂടെ പുറന്തള്ളും, വാട്ടർ സോല്യുബിൾ അല്ലേ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കഴിച്ചാൽ മതിയാവും. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം H2O അത് നന്നായിട്ട് കുടിക്കുക. അപ്പോൾ എന്താക്കുക, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും നിങ്ങളുടെ ടോക്സിൻസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും അത് യോനിയുടെ ഹെൽത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. പിന്നെ ഉറക്കം വളരെ മസ്റ്റായിട്ട് വേണം. ഈ ഉറങ്ങാത്തപ്പോൾ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും, നമ്മുടെ ശരീരത്തിൽ മസിൽസൊക്കെ വീക്കാക്കുന്നുണ്ട്. അപ്പം ഉറക്കം മസ്റ്റാണ്, 8 മണിക്കൂർ.
മറക്കണ്ട. പിന്നെ മദ്യപാനവും പുകവലിയൊക്കെ നിങ്ങളുടെ മസിനെയൊക്കെ വീക്കാക്കുന്നുണ്ട്. യോനിയൊക്കെ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക കേട്ടോ. പിന്നെ അതുപോലെ ചില മെഡിസിൻസ്, ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻ, ഡയോറിറ്റിക്സ്, ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെ വീക്കാക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Thanks for watching my video. See you next time with a new topic. Bye bye.